വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഭയുടെ മൽപ്പാനായിരുന്ന നീസായിലെ വിശുദ്ധ ഗ്രിഗറി പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് കൈയടക്കലാണ്. കാണുക എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പറയുമ്പോൾ അത് ഒരു കൈയടക്കലാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവത്തെ കാണുന്ന ഓരോ വ്യക്തിയും, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അനുഭവങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും കാണുന്ന ഓരോ വ്യക്തിയും തനിക്ക് കയ്യെത്തും വിധം എത്തിപ്പിടിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് അവൻ ദൈവത്തെ കൈയടക്കുകയാണ്, നേടുകയാണ്. സഹോദരങ്ങളെ, തിരുവചന ശുശ്രൂഷയിൽ ദൈവത്തെ കാണുമ്പോൾ ആ ദൈവത്തെ കൈയടക്കുവാൻ, ദൈവം തന്ന അനുഗ്രഹങ്ങളെയും അവകാശങ്ങളെയും കൈയടക്കുവാനുള്ള ഒരു കൃപ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവത്തിൻ്റെ അരൂപി നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഇന്നത്തെ തിരുവചന വിചിന്തനത്തിനായി പ്രവാചകനായ യേശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 12-13 വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യേശയ്യ 43, 12, 13 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. യേശയ്യ 43, 12, 13 തിരുവചനങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ അറിയണം, ഇതൊരു മനുഷ്യൻ പറയുന്നതല്ല, ഇത് ലോകം പറയുന്നതല്ല, ലോകത്തിൻ്റെ ഒരു ഭരണാധികാരി പറയുന്നതല്ല, ഇത് നശിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു സ്വരമല്ല. ഇത് അനശ്വരനായ ദൈവത്തിൻ്റെ അനശ്വര സ്വരമാണ്, ശബ്ദമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്ലൈൻഡായി, ഏറ്റവും നിർമ്മലതയോടെ, മറ്റൊന്നും അതിൽ കീറിമുറിച്ച് ചിന്തിക്കാതെ, വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ആഴങ്ങളിൽ കർത്താവ് അരുളി ചെയ്ത കാര്യം വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ അനുഗ്രഹം അവകാശപ്പെടുത്തുവാൻ ഈ സ്ക്രീനിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കാരണം കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. കർത്താവാണ് അരുളി ചെയ്യുന്നത്. എന്താണ് ദൈവം പറയുന്നത്? കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മെ നോക്കി ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. മറ്റൊന്നുമല്ല ദൈവം പറയുന്നത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നിട്ട് പറയുക, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അതിനുശേഷം ദൈവം പറയുകയാണ്, ഞാനാണ് ദൈവം, എൻ്റെ പിടിയിൽ നിന്ന് ആരെയും വിടുവിക്കാൻ ആർക്കും കഴിയുകയില്ല. എൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്താൻ ആർക്ക് സാധിക്കും? തിരുവചനത്തിൽ ചിലയിടത്തൊക്കെ വെല്ലുവിളികൾ ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിക്കുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട്, ലോകത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ദൈവം പലതും ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യം ഇവിടെ, ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുകയാണ്. എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും? എന്നെ പിടിച്ചു കെട്ടാൻ ആർക്ക് കഴിയും? എൻ്റെ പിടിയിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ വിടുവിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇത് അണ്ടർലൈൻ ചെയ്ത് എഴുതി വെച്ചുകൊള്ളാൻ ദൈവം പറയാം. ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട വചനമാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകമാണ്. അപ്പസ്തോലിക സഭകളുടെ വചന പഠനത്തിൽ നമുക്കറിയാം, ഒരു വചനം എടുത്തു വെച്ച് നമ്മളത് കീറിമുറിക്കുകയല്ല. പിന്നെയോ ആ വചനം ആര് പറഞ്ഞു, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, ആ വചന ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്നുകൊണ്ടാണ് പ്രത്യേകിച്ചും കത്തോലിക്ക സഭ, അപ്പസ്തോലിക സഭകളൊക്കെ വചനത്തെ വചനമേശയിൽ നിന്ന് വചനം മുറിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശയ്യ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമാണ്
ഇത് എന്ന് മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞതാണ്. ബൈബിളിൽ തന്നെ ബൃഹത്തായ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകങ്ങളിലൊന്ന്. 66 അധ്യായങ്ങൾ. ഓരോ അധ്യായങ്ങളിലും കൂടുതൽ വാക്യങ്ങളുള്ള പുസ്തകം ഈ പ്രവാചകൻ്റേതാണ്, യെശയ്യാ പ്രവാചകൻ്റേതാണ്. ഒരു വ്യക്തി മാത്രം എഴുതിയതല്ല ഈ പുസ്തകമെന്നാണ് പണ്ഡിതന്മാരുടെ നിഗമനം. അതുകൊണ്ട് തന്നെ സൗകര്യപ്രദമായി 1-ാം യെശയ്യാ, 2-ാം യെശയ്യാ, 3-ാം യെശയ്യാ, ഇങ്ങനെ 3ആയിട്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്, സഭാപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. യെശയ്യായ്ക്ക് ശേഷം ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ യെശയ്യായുടെ ചൂടും ചുരുക്കും അറിഞ്ഞ, യെശയ്യായുടെ ദൈവാനുഭവങ്ങൾ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശിഷ്യന്മാരുമായ ഒരു ഗണം ആളുകൾ, അതിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള ആളുകളൊക്കെ ഈ 2-ാം യെശയ്യാ, 3-ാം യെശയ്യാ ഗണത്തിലൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ 1 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളെ 1-ാം യെശയ്യാ ആ ഒരു തലത്തിൽ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം 46 മുതൽ 55 വരെയുള്ള വചനഭാഗങ്ങളെ സെക്കൻഡ് ഐസയാസ് എന്നാണ്, 2-ാം യെശയ്യാ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളെ 3-ാം യെശയ്യാ എന്നാണ് പറയുക. അതിൽ ഈ 2-ാം യെശയ്യായുടെയൊക്കെ കാലഘട്ടം വരുമ്പോൾ ബാബിലോണിലേക്ക് ജനം നാടുകടത്തപ്പെടുന്നുണ്ട് ജെറുസലേമിൽ നിന്ന്. അങ്ങനെ ബാബിലോണിൽ നാടുകടത്തപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ 46 മുതലുള്ള 2-ാം യെശയ്യാ ഭാഗങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വന്ന ജനത്തോടാണ് 56 മുതലുള്ള അധ്യായങ്ങളിൽ, യെശയ്യാ 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ ഈ പ്രവാസമൊക്കെ, അടിമത്തമൊക്കെ അവസാനിച്ച് അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ബൈബിൾ പഠനത്തിന് നമ്മെ സഹായിക്കുമ്പോൾ വലിയൊരു പ്രബോധനം നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് പുതിയ നിയമത്തിലേക്ക് ഈ നിരവധിയായ അധ്യായങ്ങളും പുസ്തകങ്ങളുമൊക്കെ മറികടന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുന്നു, ഒരു വ്യക്തിയിലേക്കാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കിയുടെ പുസ്തകം വരെയും ഒരു വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഒരു വ്യക്തിയിലേക്ക്, ക്രിസ്തുവിലേക്ക്, വരാനിരുന്ന ദൈവത്തിൻ്റെ രക്ഷയിലേക്ക്, പുത്രനിലേക്ക്, വചനമായ ദൈവത്തിലേക്ക് ആണ് ഈ യാത്ര മുഴുവനും നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അതിലൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തു, ആ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ധാരാളം പുസ്തകങ്ങളിൽ പഴയ നിയമത്തിലെ പുതിയ നിയമത്തോട് തുലനം ചെയ്യാവുന്ന, കിടപിടിക്കുന്ന, പുതിയ നിയമത്തിലെ രക്ഷയുടെ അനുഭവങ്ങൾ ഭാഗികമായി അനാവരണം ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ദാനിയേൽ പ്രവാചകൻ, അദ്ദേഹം ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ കണ്ട ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ മോശ, പുറപ്പാട് അനുഭവമൊക്കെ വരുമ്പോൾ മോശ ക്രിസ്തുവിനെ കണ്ട ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സക്കറിയ പ്രവാചകൻ ദൈവത്തെ ഭാഗികമായി വരാനിരുന്ന ഈ രക്ഷയെ ദർശിച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഐസയാസ് പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ. കർത്താവിന് മുൻപ്, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപ് 500 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് യെശയ്യാ പ്രവാചകൻ. ഒരു സാധാരണക്കാരൻ, നൂലെ കെട്ടിയിറക്കിയ ആളൊന്നുമല്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഞാൻ ആരാണ്. യെശയ്യാ പറയുന്നത്, ഞാൻ അശുദ്ധനും അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ ഇടയിൽ കിടക്കുന്നവരുമാണ്. അത്ര കൊള്ളരുതാത്തവനാണ്, മോശക്കാരനാണ് ഞാൻ അശുദ്ധനാണ്. എനിക്ക് ഒന്നും അവകാശപ്പെടാനില്ല, മേന്മ പറയാനൊന്നുമില്ല. അത്രയ്ക്ക് തഴയപ്പെട്ട, ഏറ്റവും പിന്നാമ്പുറങ്ങളിൽ നിൽക്കേണ്ട, അഴുക്കുപുരണ്ട ഒരു മനുഷ്യനാണ്. വെടിപ്പും വിശുദ്ധിയും ഒന്നും എനിക്കില്ല. അങ്ങനെയുള്ളവരുടെ ഇടയിൽ കിടന്നാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അനുഭവമോ പഠിപ്പോ എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തലത്തിൽ തന്നെ എളിമപ്പെടുത്തുന്ന യെശയ്യാ പ്രവാചകൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയാണ്. പ്രവാചകനായ യെശയ്യായോട് ദൈവം സംസാരിച്ചു തുടങ്ങിയാണ്. അപ്പോൾ ദൈവം യെശയ്യായെ തൻ്റെ അടുക്കലേക്കൊക്കെ വിളിക്കുകയാണ്. പേടിച്ചാണ് യെശയ്യാ വരുന്നത്. അപ്പോൾ 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ 1:3
ദൈവം യെശയ്യായോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഒരു വിഷമം ഷെയർ ചെയ്യുകയാണ്. ആരോട് ദൈവം തൻ്റെ വിഷമം പങ്കുവയ്ക്കും? അങ്ങനെ ഈ അശുദ്ധനായ അല്ലെങ്കിൽ അശുദ്ധരുടെ ഇടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചു നിർത്തി പറയുകയാണ്, കാളയ്ക്ക് തൻ്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് അതിൻ്റെ മാസ്റ്റർ, അതിൻ്റെ യജമാനനെ അറിയാം, പക്ഷേ എൻ്റെ ജനത്തിന് എന്നെ അറിയില്ല. ഇസ്രായേൽ എന്നെ ഗ്രഹിക്കുന്നില്ല മോനെ, എൻ്റെ ജനം എന്നെ മറന്നുപോയിരിക്കുന്നുവെന്ന് ഹൃദയം പൊട്ടിപ്പറയുന്ന കരയുന്ന ഒരു അപ്പൻ്റെ വേദനയോടെയാണ് യെശയ്യാ 1:3 നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ പൾസ് അവിടെ നമ്മൾ കാണുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു അകൽച്ച, വെളിപാടുകളും ദർശനങ്ങളും ഒക്കെ വിരളമായ ഒരു കാലഘട്ടം. എന്നിട്ടും ദൈവം വിടുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുകയാണ്. എന്തോരം മനുഷ്യൻ ദൈവത്തെ വഞ്ചിച്ചു, അല്ലെങ്കിൽ പറ്റിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ മറന്നുപോയി. കൊടുത്ത സൗഭാഗ്യങ്ങളൊക്കെ വാങ്ങി ഇസ്രായേൽ മക്കൾ മുതൽ നമ്മൾ കാണുന്നത് പിന്നീട് അവർ ലോകത്തിൻ്റെ പൂജാഗിരികളും ലോകത്തിൻ്റെ ദേവന്മാരെയും അന്വേഷിച്ച് പോകുന്ന, ദൈവത്തെ മറന്നു പോകുന്ന ഒരു ജനം. അതിനിടയിൽ കടന്ന് വേദനിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 19 വരുമ്പോൾ യെശയ്യായോട് തന്നെ ദൈവം പറയുകയാണ്, അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം, അനുഗ്രഹം നിങ്ങൾ ആസ്വദിക്കും. നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹം, നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് ദൈവം അവരോട് പറയുകയാണ്. അപ്പം ഒരു വെളിപാടകലെ, ഒരു വിരൽത്തുമ്പിനപ്പുറത്ത് ദൈവമുണ്ട്. എപ്പോഴും ഈ യെശയ്യായുടെ പുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോഴും പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ കോണ്ടക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമത്തോട് കിടപിടിക്കാവുന്ന ഒരു പുസ്തകമാണ്. പഴയ നിയമത്തിലിരുന്നു കൊണ്ട് വരാനിരുന്ന ക്രിസ്തുവിനെയും അവൻ്റെ ജനനത്തെയും അവൻ്റെ പീഡാസഹനങ്ങളെയും ഒക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ഒരു മനുഷ്യനാണ് യെശയ്യാ പ്രവാചകൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്ന് ആദ്യം പറയുന്നത്, നമ്മൾ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ നമ്മൾ ലോകത്തിൻ്റെ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഡിക്റ്റായി കിടക്കുന്ന നമ്മെ നോക്കി ദൈവം പറയുന്ന കാര്യം ഇതാണ്. യെശയ്യാ 1:3, കാളയ്ക്ക് അതിൻ്റെ യജമാനനെ, കഴുതയ്ക്ക് അതിൻ്റെ ഉടമസ്ഥനെയൊക്കെ അറിയാം, പക്ഷേ എവരെ നോക്കിക്കുക, എവർക്കെന്നെ അറിയില്ല. അവരിന്ന് ആൻഡ്രോയിഡിൻ്റെയും ഐഫോണിൻ്റെയും മറ്റ് ഉപകരണങ്ങളുടെയും പിന്നാലെ പോയിരിക്കുന്നു. അവർക്ക് എന്നെ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. എന്നിട്ട് ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. യെശയ്യാ 1:19, അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ എൻ്റെ മക്കളെ വരിക, നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു റിസീവ് ബ്ലെസ്സിങ്സ്. ദൈവം നിങ്ങളെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കാൻ പോകുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കോണ്ടക്സ്റ്റൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു, കൊള്ളരുതാത്തൊരു മനുഷ്യനാണ് താനെന്ന് പറഞ്ഞാണ് യെശയ്യാ നിൽക്കുന്നത്. അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരു നല്ല പിക്ചർ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ മനുഷ്യനില്ല. എന്നിട്ടും യെശയ്യായോട് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ നമ്മളവിടെ കാണുകയാണ്. ദൈവവുമായിട്ടുള്ള ഒരു പോരാട്ടം യെശയ്യായ്ക്ക് ഉണ്ടാവുകയാണ്. സർവശക്തനായ ദൈവം യെശയ്യായുടെ അധരത്തെ തൻ്റെ ദൂതനിലൂടെ കൊടിലെടുത്ത തീക്കനലുമായി ഈ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ അശുദ്ധൻ, അശുദ്ധരുടെ ഇടയിൽ കിടക്കുന്നവനെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന യെശയ്യായുടെ അടുക്കിലേക്ക് ഈ ദൈവികമായ ദർശനം, ഒരു ഭാഗികമായ ദർശനം, സിംഹാസനത്തിലിരിക്കുന്ന സർവശക്തനെ അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗിക ദർശനമാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തൻ്റെ ശരീരം എത്ര ചെറുതാണ് അല്ലെങ്കിൽ എത്ര അയോഗ്യമാണ് എന്ന് പറഞ്ഞ് ആ പ്രകാശത്തിലേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല, ആ സിംഹാസനത്തെ നോക്കാൻ പോലും കഴിയാത്ത വിധം താൻ എത്രമാത്രം അശുദ്ധനും ചെറിയവനുമാണ്, അയോഗ്യനുമാണെന്ന് അറിയുമ്പോൾ സറാഫുകളിലൊന്ന് കൊടിലെടുത്ത തീക്കനലുമായി അവൻ്റെ അധരത്തെ സ്പർശിച്ചിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അധരം, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരു നല്ല കുമ്പസാരത്തിന് നമ്മൾ ഒരുങ്ങുന്നോ, അതിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ, മനസ്സുകൊണ്ടൊരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളുടെ നഷ്ടപ്പെട്ടതിനെയൊക്കെ കിട്ടുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. എത്രയോ പേരുടെ സാക്ഷിയുണ്ടെന്നറിയാം. ഇന്ന് പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് ഞാൻ ആരുടെയും സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നില്ല. ഒരു യൂ ടേൺ നമ്മുടെ ലൈഫിൽ എടുക്കുമ്പോൾ, കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, ശരിക്കും എനിക്ക് തെറ്റിപ്പോയി, ഞാൻ അശുദ്ധമായ ജീവിതത്തിൽ അശുദ്ധരുടെ ഇടയിൽ കിടക്കുന്നവൻ, ലോകത്തിൻ്റെ സുഖം നുകർന്നവനാണ്, ഞാനൊരു പാപിയാണ് കർത്താവെ എന്ന് നിലവിളിക്കുമ്പോൾ ഓടി വന്ന് മുത്തം തരുന്ന, വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ഇടയിൽ ആ ദൈവം വസിക്കുന്നുണ്ട്.
അതാണ് സെറാഫുകളെ അയച്ച് സെറാഫിലൊന്നിനോട് പറയുകയാണ്, നീ ഈ തീക്കനലുമായി എൻ്റെ മകൻ്റെ അധരത്തെ സ്പർശിക്കുക, അവൻ ശുദ്ധനാകട്ടെ. അപ്പോൾ ഇങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ശുദ്ധീകരിക്കും, ഒരു വിശുദ്ധനായി നമ്മളെ മാറ്റും. എത്രയോ പാപക്കുഴിയിൽ കിടന്നവർ തിരുസഭയിൽ എത്രയോ വിശുദ്ധന്മാരുണ്ട്. അഗസ്തീനോസ് മുതൽ എത്രയോ പേര് പാപത്തിൻ്റെ ദുർനടപ്പിൽ ചേറ്റിൽ കിടന്ന മനുഷ്യരാണ്. എന്നാൽ മനംനൊന്ത് കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ, ഞാൻ അശുദ്ധനാണ് കർത്താവേ, അശുദ്ധരുടെ ഇടയിൽ കഴിയുന്നവനാണ്, എന്നെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ അളവുകോല് ഇല്ലാതെ ദൈവം അനുഗ്രഹത്തിൻ്റെ കലവറ തുറക്കും. സഹോദരങ്ങളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ ഒരു അനുതാപം, ഒരു കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. അതിനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ നമ്മുടെ മുറിയിൽ കയറി കതകടച്ച് രഹസ്യത്തിൽ കേൾക്കുകയും കാണുകയും ചെയ്ത ദൈവത്തോട് മനസ്സ് തുറന്ന് പറയണം. ചെയ്തു കൂട്ടിയ പാപങ്ങൾ, പറഞ്ഞുകൂട്ടിയ തെറ്റുകൾ, ഇത് ദൈവത്തോട് ക്ഷമ ചോദിച്ച് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങണം. ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണം ദൈവം നമുക്ക് തരും. എന്നിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും, അനുഗ്രഹം അവകാശമാക്കാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കുന്ന ഈ യേശയ്യാ പ്രവാചകൻ പിന്നീട് ഒരു സ്വരം കേൾക്കുകയാണ്. തൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, താനൊരു വിശുദ്ധനായി എന്ന് കണ്ടപ്പോൾ ദൈവം യേശയ്യായ്ക്ക് ഒരു വചനം അയച്ചു കൊടുക്കുകയാണ്. വചനം ഇതാണ്: ആരെ ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി പോകും? ഇടം വലമൊക്കെ നോക്കി വേറെ ആരുടെയിലുമാണോ പറഞ്ഞത്? അല്ല, എന്നോടാണ്. അദ്ദേഹം പറയാണ്, ഇതാ ഞാൻ, ഹിയർ ഐ ആം ഒ ലോർഡ്, സെൻഡ് ഫോർത്ത് മീ, എന്നെ അയക്കണമേ കർത്താവേ, ഞാനിതാ എന്ന് പറഞ്ഞ് ഹൃദയം കൂപ്പുന്ന, കൈകൂപ്പുന്ന യേശയ്യാ പ്രവാചകനെ നമ്മൾ കാണുകയാണ്. അവിടെ നിന്നും ദൈവാനുഗ്രഹം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനായി, പ്രവാചകൻ്റെ കുപ്പായം അണിയുന്ന അല്ലെങ്കിൽ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനായി തീരുകയാണ്. യേശയ്യാ 6-ാം അധ്യായത്തിലാണ് ഈ സംഭവം. തൊട്ടടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, യേശയ്യാ 7-ലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ബൈബിളിൽ തന്നെ ആദ്യത്തെ ഒരു അത്ഭുതം, അതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ കാര്യം നമ്മൾ കേൾക്കുകയാണ് യേശയ്യാ പ്രവാചകനിലൂടെ. അതാണ് ഇമ്മാനുവേൽ പ്രൊഫസി, വരാനിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഇമ്മാനുവേൽ പ്രവചനം. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി, വളരെ ക്രിസ്റ്റൽ ക്ലിയറായി യേശയ്യായ്ക്ക് ദൈവം ദർശനം കൊടുക്കുകയാണ്. അതിനുള്ള യോഗ്യത എന്താണ്? അവൻ്റെ കുമ്പസാരമാണ്, അവൻ്റെ ഏറ്റുപറച്ചിലാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ഒരു ഏറ്റുപറച്ചിൽ, ജീവിതത്തെ സ്വന്തം കണ്ണുനീര് കൊണ്ട് കഴുകി അനുതാപത്താൽ നിർമ്മലരായി തീർന്ന് നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു അതിവിശുദ്ധനായി നമ്മൾ മാറുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. അതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ദർശനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ദൈവിക സ്വരത്തിലേക്ക്, ദൈവത്തിൻ്റെ ഇടപെടലുകളിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത വിശുദ്ധി, നിർമ്മലത, ആത്മീയ സുഖം നമുക്ക് ദൈവം തരാൻ തുടങ്ങും. സമ്പത്ത്, ആത്മീയ സമ്പത്തുകൾ ദൈവം നമുക്ക് തരാൻ തുടങ്ങും. സമാധാനം ദൈവം നമുക്ക് തരാൻ തുടങ്ങും. ഏത് കൊടുങ്കാറ്റ് വന്നാലും പ്രത്യാശയോടെ അതിനെ നേരിടുന്ന ഒരു ദൈവാനുഭവം നമുക്ക് തരാൻ തുടങ്ങും. അങ്ങനെ ഇമ്മാനുവേൽ പ്രവചനം നമ്മൾ കാണുകയാണ്. അതിനുശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഈ ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഈ 9-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ വായിക്കുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു എന്നെല്ലാം പറഞ്ഞ് പ്രകാശത്തിൻ്റെ ഉത്സവമായ അല്ലെങ്കിൽ അനുഭവമായ ക്രിസ്മസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, സമാധാന രാജാവെന്ന് അവൻ അറിയപ്പെടും. ശാലോം, സമാധാനത്തിൻ്റെ രാജാവെന്ന് അവൻ അറിയപ്പെടുമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ബ്ലെസ്സിങ്സ് നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് യേശയ്യാ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നാണ് നമ്മളിപ്പോൾ യേശയ്യാ 43 എത്തി നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശയ്യാ 43, 12, 13 വാക്യങ്ങളിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്. ഒന്ന്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ ഓരോരുത്തരും ജീവിതം കൊണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ജീവിതം കൊണ്ട്, ആയുസ് കൊണ്ട് എനിക്ക് സാക്ഷ്യമേകേണ്ടവരാണ്. ഓരോ തവണയും, ഓരോ ദിവസവും, ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് പറയണം, കർത്താവേ, ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ അനുഭവിക്കുന്നു, നീ എന്നോട് കൂടെയുണ്ട്. ഇന്നലെ രാത്രിയിലും ഞാൻ നിന്നോടുകൂടെ അനുഭവിച്ച സന്തോഷം, സമാധാനം,
അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് പറഞ്ഞ ആ സാക്ഷ്യങ്ങളെല്ലാം പറയണം. നമുക്കറിയാം, ഒരു കേസ് നടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോടതിയെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. നിർണായകമായ ഒരു കൊലക്കേസ് നടന്നു വന്നിരിക്കട്ടെ. അതിൽ വിധി പറയുന്നതിന് മുൻപ് ഉള്ള ഫൈനൽസ്, അതിൻ്റെ വിചാരണ നടക്കുന്ന ഒരു കോടതിയെ നിങ്ങളൊന്ന് മനസ്സിൽ അസ്യൂം ചെയ്തേ. അവിടെ ജഡ്ജിയുണ്ട്, വാദി, പ്രതി, വാദിഭാഗത്തിൻ്റെ ആളുകൾ, പ്രതിഭാഗത്തിൻ്റെ ആളുകൾ, വക്കീലന്മാർ എല്ലാവരുമുണ്ട്. അവസാനം പ്രധാനപ്പെട്ട ഒരാളെ അവിടെ കയറ്റി നിർത്തുകയാണ്. അവനാണ് ഈ ഇതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്ന് പറഞ്ഞ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത വ്യക്തി ആണ് വന്നു നിൽക്കുന്നത്. അവനെ നമ്മൾ പറയുന്ന പേരാണ്, അവനാണ് ഇതിലെ കേസിലെ നിർണായകമായ സാക്ഷി. അവനോട് എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, അവിചാരിതമായി ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ സ്ത്രീയെ ഈ പുരുഷൻ, ഈ മനുഷ്യൻ കൊല്ലുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഇന്ന സമയം ഇന്ന സ്ഥലത്ത് വെച്ചാണ് അത് കണ്ട് ഞാൻ ഓടിപ്പോയി എന്ന് അയാൾ പറഞ്ഞു. അവനെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യമേകാൻ നിറഞ്ഞ മനസ്സോടെ, ആത്മാവിൻ്റെ നിറവോടെ ദൈവത്തിന് സാക്ഷ്യമേകാൻ നമ്മൾ ഇറങ്ങണം പ്രിയപ്പെട്ടവർ. ദൈവം ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ, കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുണ്ട്. മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, ജോലി മേഖലയിൽ, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, ആത്മീയ ജീവിതത്തിലൊക്കെ ദൈവം, ചുറ്റുപാടുകളിലെല്ലാം ദൈവം ചൊരിഞ്ഞ ധാരാളം നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ കണ്ട് ആസ്വദിച്ച് അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം. ദൈവം എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഇത് മറ്റൊരാളോട് പറയുമ്പോൾ അവളുടെ വിശ്വാസമാണ് വർദ്ധിക്കുന്നത്. അവൾ ദൈവത്തിൽ നിന്ന് അകലെയിരിക്കുന്ന ഒരു പൈതലാകാം, അല്ലെങ്കിൽ അവൻ ദൈവത്തോട് അടുത്തു വരികയാണ്. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അല്ലാതെ നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടരുത് പ്രിയപ്പെട്ടവരെ. ഹെബ്രായ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സാക്ഷികളെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട്, ഒന്നിലധികം അധ്യായങ്ങൾ. അതിൽ 12-ാം അധ്യായം, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും എല്ലാം നമുക്ക് നീക്കിക്കളയാം. ഈ ഓട്ടപ്പന്തയം നമുക്ക് സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാമെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം ഉള്ളതിനാൽ നമ്മുടെ ഭാരവും പാപവും എല്ലാം നീക്കിക്കളയാം. എ ക്രിസ്ത്യൻ ഈസ് സോ ബ്ലസ്ഡ്. അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി. കാരണം അവൻ തിരുസഭയിൽ സാക്ഷികളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരുടെ, ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയ വിശുദ്ധരുടെയൊക്കെ ഇടയിൽ നടുവിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അവൻ്റെ മുൻപിലും പിൻപിലും സാക്ഷികളുടെ, ദൈവത്തെ തൊട്ടറിഞ്ഞ ദൈവാനുഭവമുള്ള നിർമ്മലരായ മനുഷ്യരുടെ, ഇതാ ദൈവം, ഞാൻ അനുഭവിച്ച ദൈവമെന്ന് പറഞ്ഞ് കൈക്കുമ്പിളിൽ ആ ദൈവത്തെ നമുക്ക് പകർന്നു തരുന്ന പോലെ തോന്നുന്ന നിർമ്മലരായ സാക്ഷികളുടെ ഒരു അനുഭവം, ആ അനുഭവത്തിലാണ്, ആ സഭയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹെബ്രായ ലേഖകൻ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. ഈ എബ്രായർ 12:1 ഈ പറഞ്ഞ ഭാഗം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം. ഇനി സാക്ഷികളെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ കണ്ടിന്യൂഷനാണ് 12 വരുന്നത്. അപ്പം ഹെബ്രായർ 11 നമ്മൾ പോകുമ്പോഴാണ് ഈ സാക്ഷികളെ മുഴുവൻ അവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഹാബേൽ മുതൽ, ആദത്തിൻ്റെ മകനായ ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള 16 പ്രധാനപ്പെട്ട സാക്ഷികളുടെ പേര് പറഞ്ഞ് അവരെ, സാമുവേൽ വരെയുള്ള 16 പേരുടെ പേര് പറഞ്ഞ് അവരെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതിൽ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, അതുപോലെ തന്നെ മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത്, ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ, ഇവരെക്കുറിച്ചൊന്നും പ്രതിപാദിക്കാൻ സമയം പോരാ എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് അവരുടെ പേര് പറഞ്ഞ് 16 പേരുടെ പേര്. പിന്നീട് ജെറീക്കോ പട്ടണത്തിന് വലം വെച്ച ഇസ്രായേൽ മക്കളുണ്ട്. അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ് സാക്ഷികളുണ്ട്. ഇവരുടെയൊക്കെ പേര് പറയുകയാണ്. ഇവരൊക്കെ ആരാ പ്രിയപ്പെട്ടവർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചെറിയ ആളുകളല്ല. മോസസിനെക്കുറിച്ച്, എബ്രഹത്തെക്കുറിച്ച്, ഇസഹാക്കിനെക്കുറിച്ച്, യാക്കോബിനെക്കുറിച്ച്, സാമുവേലിനെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച്, സാംസണെക്കുറിച്ച്, ജഫ്തയെക്കുറിച്ച് ഇവരെല്ലാം പറയുകയാണ്. ഇവരുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെത്ര ശ്രേഷ്ഠരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കരഞ്ഞ് സ്വന്തം കണ്ണുനീര് കൊണ്ട് സ്വന്തം ഹൃദയത്തെ കഴുകി
കർത്താവിൻ്റെ തിരിച്ചോര കൊണ്ട് അതിനെ നിർമ്മലമാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റവും ശ്രേഷ്ഠനാണ്. നമ്മളെ കൂടാതെ ഒരു സാൽവേഷൻ ഇല്ല, നമ്മളെ കൂടാതെ ഒരു സ്വർഗീയ വിരുന്നില്ല പ്രിയപ്പെട്ടവരെ. അതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഹെബ്രായർ 12:1 സാക്ഷികളെക്കുറിച്ച് പറയുന്നു. ഹെബ്രായർ 11 അധ്യായം സാക്ഷികളിൽ പ്രധാനപ്പെട്ട 16 പേരുടെ പേര് തന്നെ എടുത്ത് പറയുന്നു. നിരവധി സാക്ഷികളുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഹെബ്രായർ 11 അധ്യായം അവസാനിപ്പിക്കുമ്പോൾ, അതായത് 39-40 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവരെക്കുറിച്ചൊക്കെ പറയും. മിടുക്കന്മാരായ ആളുകൾ, ഈ മോശയും അബ്രാഹവും തുടങ്ങി ദാവീദും തുടങ്ങി ഈ മിടുക്കരായ പഴയ നിയമത്തിലെ അതിശ്രേഷ്ഠരായ ആളുകളെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഹെബ്രായർ 11:39-40 വാക്യങ്ങളിൽ പറയുകയാണ്, വിശ്വാസം മൂലം ഇവരെല്ലാവരും അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിശിഷ്ടരായ വലിയ ആളുകളൊക്കെ വിശ്വാസം മൂലം ഇവരൊക്കെ അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഇവർ പ്രാപിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മെ കൂടാതെ അവരാരും പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് കർത്താവ് ദൈവം നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായത് മാറ്റിവെച്ചിരുന്നു, നേരത്തെ കണ്ടുവച്ചിരുന്നു. നമ്മെ കൂടാതെ ഇവരാരും ശ്രേഷ്ഠരാകരുത് എന്ന് കണ്ട് ദൈവം ഇവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി കരുതി വച്ചിരുന്നു. വിശ്വാസം മൂലം ഇവരൊക്കെ അംഗീകരിക്കപ്പെട്ടു, സത്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇവർ വന്നില്ല. ഹല്ലേലൂയ! മോശയെക്കാളും നീ ശ്രേഷ്ഠനാണ്. മോശയെക്കാളും ശ്രേഷ്ഠനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ. അബ്രഹത്തെക്കാൾ നീ ശ്രേഷ്ഠനാണ്. കാരണം ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ദൈവാനുഭവം, ക്രിസ്തുവിൻ്റെ രക്ഷ ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. അതുകൊണ്ട് അവരെക്കാൾ നാം ശ്രേഷ്ഠരാണ് എന്ന് പറയുകയാണ്. ഈ ഒരു സാക്ഷ്യ അനുഭവത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയണം, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട്. എന്നെ കൂടാതെ ദൈവം ശ്രേഷ്ഠമായത് ഒന്നും നടക്കരുത് എന്ന് കണ്ട് മറ്റുള്ളവരൊക്കെ അംഗീകാരം പ്രാപിച്ചിട്ടും ദൈവം ശ്രേഷ്ഠമായത് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു, നീക്കിവെച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് മരിക്കുന്നത് വരെ, കൊറോണയുടെ ഒരു സീസണിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ പേരാണ് മരിച്ചു വീഴുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇവിടെ നമ്മൾ വിരുന്നുകാരാണ്. ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി ഭൂമിയിൽ നമ്മളെ വിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാറിപ്പോകേണ്ട, നിത്യമായ ഭവനത്തിലേക്ക്, മുറിയിലേക്ക് പോകേണ്ട ഒരു വിളി നമുക്ക് വരും. അതുവരെ ഇവിടെ ശ്രേഷ്ഠമായി ജീവിക്കണം. സാക്ഷ്യം കൊടുത്തുകൊണ്ട് മറ്റൊരാൾക്ക്, കുടുംബത്തിന്, അയൽക്കാർക്ക്, ഒപ്പമുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവത്തിൻ്റെ സാക്ഷ്യം കൊടുത്തുകൊണ്ട് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ശ്രേഷ്ഠരായ ആളുകളെക്കാൾ അംഗീകാരം പ്രാപിച്ച അവരെക്കാൾ ദൈവം തെരഞ്ഞെടുത്ത, ദൈവം കരുതി വെച്ച ധാരാളം രക്ഷാകര അനുഭവങ്ങൾ ക്രിസ്തുവിലൂടെ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു പൈതലാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം സാക്ഷ്യത്തിൻ്റെതായി മാറ്റിവെക്കണം പ്രിയപ്പെട്ടവർ. ദൈവം എനിക്കിത് ചെയ്തു എന്ന് ആവേശത്തോടെ പറയാതെ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ മാറരുത്. ഒരു ഉയർച്ചയും മനുഷ്യനിൽ നിന്നല്ല വരുന്നത്. നമ്മൾ സ്പിരിച്വലി, ഫിസിക്കലി എന്തെങ്കിലും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വന്നതാണ്. അത് വിളിച്ചു പറയുന്നതിൽ നമ്മൾ ലജ്ജിക്കരുത്, പിശുക്ക് കാണിക്കരുത് എന്നുള്ളതാണ്. ആദ്യത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ്. രണ്ടാമത് യെശയ്യാ പ്രവാചകൻ 43:12-13 പറയുന്നത്, എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മെ കൂടാതെ ഈ പഴയ നിയമ ജനതയും നേതാക്കന്മാരും പരിപൂർണരാകരുത് എന്ന് കണ്ട് അതിവിശുദ്ധമായത് നമുക്ക് വേണ്ടി കരുതി വെച്ച, ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും ക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ച ഒരു ദൈവം. അതുകൊണ്ട് നല്ല ഒരു ക്രിസ്ത്യാനിയായി, സാക്ഷ്യമുള്ള ഒരു ക്രിസ്ത്യാനിയായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com